ഹലോ ഗൈസ്, അപ്പോൾ ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം വൺ പീസിൻ്റെ ചാപ്റ്റർ 1123 റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് മലയാളം എക്സ്പ്ലനേഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ വൺ പീസ് മാങ്ക ഫോളോ ചെയ്യുന്ന മാക്സിമം ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ദ വോയിഡ് ഫോർട്ട് നൈറ്റ് എന്നാണ്. ഫോർട്ട് നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു രണ്ടാഴ്ചത്തെ ഒരു ഡ്യൂറേഷനെയാണ് ഫോർട്ട് നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാഴ്ചത്തെ വോയിഡ്, അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മളെ കാണിക്കുന്ന എഗ് ഹെഡാണ്. എഗ് ഹെഡിൽ നിന്ന് എൽബാഫിൻ്റെ ഷിപ്പും അതേപോലെ തന്നെ സണ്ണിയും ലീവ് ചെയ്ത് പോവാണ്. മറീൻസൊക്കെ അവിടെ വീണ് ഔട്ടായി കിടക്കുകയാണ് ആ ഒരു ഹാക്കിയുടെ പവറിൽ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ബോവ ഹാൻകോക്കിൻ്റെ സെറാഫിയുമായിട്ടുള്ള എസ്നേക്കിനെ കാണാം. എസ്നേക്ക് ഇപ്പോഴും ആ ഒരു ബബിളിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ മറീൻസിനെയൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എഴുന്നേക്ക് അവർ സ്ട്രോ ഹാറ്റ്സ് രക്ഷപ്പെട്ടു പോവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ വൈസ് അഡ്മിറൽസ് അടക്കം എല്ലാവരും ബോധം കെട്ട് ഔട്ടായി കിടക്കുകയാണ്. പിന്നെ നമ്മളെ എൽബാഫിന്റെ ഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ബ്രോഗി ഇങ്ങനെ ബൈനോക്കുലർ വഴി വെച്ച് ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് അവരെല്ലാവരും വീണു, വൈസ് അഡ്മിറൽസ് അടക്കം എല്ലാവരും വീണിട്ടുണ്ട്, എല്ലാവരും ഡൗൺ ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഡോറി പറയുകയാണോ നമ്മുടെ ഷാങ്സിന്റെ ഹാക്കിയെക്കാളിലും പവർഫുൾ ആയിട്ടുള്ള ഹാക്കിയാണല്ലോ എമറ്റ് ഇങ്ങനെ റിലീസ് ചെയ്ത് വിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഷാങ്സിന്റെ ഹാക്കിയെക്കാളിലും. കാര്യം എല്ലാവരും ഔട്ടായല്ലോ, ചുറ്റും ആ ഒരു പെരിമീറ്ററിൽ നിൽക്കുന്നവരെല്ലാം ഔട്ടായി പോയല്ലോ. അപ്പം അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹാക്കി അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൂഫി അവിടെ നിന്ന് ജയന്റ് റോബോട്ടിനോട് നന്ദി പറയുന്നുണ്ട്, ചെയ്തു തന്ന കാര്യത്തിനെല്ലാം നന്ദി ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. ജയന്റ് റോബോട്ട് ആണെങ്കിൽ ആ ലാസ്റ്റ് പവർ റിലീസ് ചെയ്തിട്ട് ഫുള്ള് ഡ്രെയിൻ ഔട്ടായിട്ട് അവിടെ ഇങ്ങനെ വീഴുകയാണ്. അപ്പം ഡോറിയും ബ്രോഗിയും പറയുന്നു ഇനിയും നമുക്കധികം സമയം കളയാനില്ല, യുവമാരെല്ലാം മയങ്ങി കിടക്കുന്ന ടൈമിന് തന്നെ നമുക്ക് കുറേ ദൂരം പിടിക്കണം, രക്ഷപ്പെടണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജയൻസ് എല്ലാം പറയാണ്, ക്യാപ്റ്റൻസ് പറയുന്നത് കേട്ടില്ലേ, നമുക്ക് പോവാം, എൽബാഫിലേക്ക് പോവാമെന്നും പറഞ്ഞിട്ട് അവർ ആകെ സന്തോഷത്തിൽ ആർത്ത് വിളിച്ചിങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളെ ഇങ്ങനെ കുറേ പേരുടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ബോണി അവിടെ ആ ഒരു ലിറ്റിൽ ഫോമിലോട്ട് തന്നെ മാറി കൂമയുടെ പുറത്ത് ഇങ്ങനെ കിടക്കുകയാണ് റിലാക്സ്ഡ് ആയിട്ട്. സോറോയും ആകെ ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഉസോപ്പ് ആണെങ്കിൽ അവിടെ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്നു. എന്നിട്ട് അവിടെ നമ്മുടെ എൽബാഫിൻ്റെ ഷിപ്പിൽ ഇരിക്കുന്ന ഡോറിയും ബ്രോഗിയും ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഉസോപ്പും ചോപ്പറും കൂടെ സണ്ണിയിൽ നിന്നുകൊണ്ട്. പിന്നെ വേറെ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്ന നമ്മുടെ ലൂഫി ഉണ്ടല്ലോ, ഫുള്ള് ഡ്രെയിൻ ഔട്ടായി വെഗാപ്പങ്കിൻ്റെ കൂട്ട് നാക്കൊക്കെ വെളിയിലോട്ട് ഇട്ടിട്ട് ഗിയർ 5 പോയി കഴിയുമ്പോഴത്തേക്ക് പുള്ളിയുടെ ആകെ ഡ്രെയിൻ ഔട്ടായുള്ള ഫോം ഉണ്ടല്ലോ, ആ ഫോമിൽ ഇങ്ങനെ നാമിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു പാനൽ മാത്രം, ഈ ഒരു ഫോട്ടോ മാത്രം ഇന്നലെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ കടന്നിട്ട് ഈ നെറ്റിൽ ഫുള്ളുണ്ടായിരുന്നു നാമിയുടെ ലാപ്പിൽ ഇങ്ങനെ ലൂഫി കിടക്കുന്ന ഇങ്ങനെ പറഞ്ഞിട്ട്. ഭയങ്കര വൈറലായൊരു പിക്കായിരുന്നു ഈ സാധനം. പിന്നെ നമ്മളെ വെഗാപങ്കിൻ്റെ ആ ഒരു ബോഡി ഒരു ബെഡിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് സാഞ്ചി നിപ്പുണ്ട്. സാഞ്ചി ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോഴും എനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല, മനസ്സിലായിട്ടില്ല, അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ശരിക്കും കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ആ പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വല്ലാത്തൊരു പ്ലാനായിരുന്നു, അത് എന്തിനാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വെഗാപങ്കിൻ്റെ അടുത്ത് നിന്നിട്ട്. പിന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സംഭവങ്ങൾ നടക്കുന്നതിന് 2 ആഴ്ച മുമ്പുള്ള എഗ് ഹെഡാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അതാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന 2 വീക്സ് വോയിഡ്, ഈ 2 ആഴ്ചയാണ്. അപ്പോൾ അവിടെ ഷാക്കയും പൈതഗോറസും പിന്നെ നമ്മുടെ വെഗാപങ്ക് മെയിൻ ബോഡിയും അവർ 3 പേരൂടെ നിന്ന് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ ഷാക്ക പറയുകയാണ്, നമ്മുടെ ഡേറ്റാസിലൊക്കെ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്, സെറാഫിംസിൻ്റെ എനർജി യൂസേജ് വല്ലാതെ കൂടിയിട്ടുണ്ട്, എല്ലാത്തിലും എന്തൊക്കെയോ എറർ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവർ ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ്. അപ്പോൾ അവർ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന റീഡിങ്സിൽ നിന്ന് ഫുള്ള് മാറ്റവും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ അറിയുന്നില്ല. അപ്പോൾ ഷാക്ക പറയുകയാണ്, ആരോ മദർ ഫ്ലെയിമിൽ നിന്ന് എനർജി മോഷ്ടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇതെല്ലാം ഒന്നും നടക്കാത്ത രീതിയിൽ ഫുള്ള് റീഡിങ്സും എല്ലാം കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. സോ അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് ചെയ്തത് വെഗാപങ്കുകളിൽ ഒരാളായിരിക്കും, ഇവരിൽ ഒരാളായിരിക്കും. എന്നാൽ ഇത്ര കൃത്യമായിട്ടൊരു കാര്യം ചെയ്തിട്ട് മോഡിഫൈ ചെയ്ത് വെക്കാനൊക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെഗാപങ്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പോൾ ഒരു വെഗാപങ്കുകളിൽ ഒരാളെന്ന് പറയുമ്പോൾ ഇനി ലിലിത്താണോ എന്നിങ്ങനെ ആദ്യം തന്നെ വെഗാപങ്ക് പറയുകയാണ്, ലിലിത്തിനെ സംശയിക്കുകയാണ്. കഷ്ടം. ഷക്ക പറയാണ്, നമുക്ക് 3 പേർക്കും അലീബി ഉണ്ടായിരുന്നു, ഇത് നടന്ന സമയം നമ്മളല്ല എന്ന് നമുക്കറിയാം, നമ്മൾ 3 പേരും അല്ല. സോ അതുകൊണ്ടാണ് ഇവർ 3 പേര് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു ഭയങ്കര വൻ എമൗണ്ട് ഓഫ് എനർജി അവിടുന്ന് മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഭയങ്കര കംപ്ലീറ്റ് സീക്രസിയിൽ നമുക്കിത് അന്വേഷിക്കാം, ഇത് ആരാണ് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബ്രെയിൻ എന്തായാലും സ്റ്റെൽത്ത് മോഡിലിടണമെന്ന് പറയുന്നത്, അതായത് സീക്രട്ടായിട്ട്, അതായത് ഈ ബങ്കർ കോഡ്സിൽ ഈ ഡേറ്റാസ് റീഡ് ആയി കഴിഞ്ഞാൽ
അത് ഏതെല്ലാ വെഗാപങ്കിനും ഇത് ആക്സസ് ചെയ്യാമല്ലോ. അപ്പോൾ കുറ്റവാളി കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കുമല്ലോ. സോ ഇത് സീക്രട്ടായിട്ട് അന്വേഷിക്കണം, എന്നാലേ ലിലിത്ത് അറിയാതിരിക്കും. അപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്, ലിലിത്തിനെ തന്നെയാണ് ഇവർ ആദ്യമേ എല്ലാവരും പ്രൈം സസ്പെക്റ്റായിട്ട് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് ഒരാഴ്ച ശേഷം നമ്മുടെ പൈതഗോറസ് ഓടി ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, ഞാൻ കുറ്റവാളിയെ കണ്ടുപിടിച്ചത് ലിലിത്തൊന്നും അല്ല, അത് യോർക്കാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെഗാപങ്കും ഷക്ക ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പം പൈതഗോറസ് പറയുകയാണ്, അവള് എന്താണ് ഈ മെമ്മറീസ് പങ്ക് റെക്കോർഡ്സിൽ സിങ്ക്രണൈസ് ചെയ്ത് വെച്ചേക്കുന്ന മെമ്മറീസ് എല്ലാം ഫേക്കാണ്, ഫേക്ക് മെമ്മറീസാണ് അവൾ കയറ്റി വെച്ചിരിക്കുന്നത്, അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്രൈം സീൻ നടന്ന, അതായത് ആ പവർ പ്ലാന്റിൻ്റെ അവിടുന്ന് ഉള്ള സർവൈലൻസ് നെയിലുണ്ടല്ലോ, അതിലേത് ഫുള്ള് ഡീറ്റെയിൽസ് മോഡിഫൈ ചെയ്ത് ടാമ്പർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അവൾ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് വെഗാപങ്ക് ചിന്തിക്കുന്നു. അതേപോലെ തന്നെ ലിലിത്തിനോട് സോറി പറയുന്നുണ്ട്, അവളെ ഒരു നിമിഷത്തേക്കെങ്കിലും കുറ്റവാളിയാണെന്ന് ചിന്തിച്ചതിന് സോറി ലിലിത്ത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഷാക്ക പറയാണ്, ഞാൻ കണ്ടെത്തിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ബീസ്റ്റ് വെപ്പൺസിനെ എന്താണ് ഒരു ഇവരുടെ ആരുടെ ഓതറൈസേഷൻ ഇല്ലാതെ ഡിപ്ലോയ് ചെയ്തതായിട്ട് കണ്ടെത്തി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ യോർക്ക് തന്നെ ചെയ്തതാണ്, സീ ബീസ്റ്റ് വെപ്പൺസിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഇവരറിയാതെ. അതേപോലെ തന്നെ പിന്നെ പൈതഗോറസ് പറയുന്നു, ഒരു വൈറ്റ് ട്രാൻസ്പോണ്ടർ സ്നെയിൽ ജാമിങ് സിഗ്നൽസ് ജാം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കൂടിയാണല്ലോ 5 എൽഡേഴ്സിനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ ആ ഡീറ്റെയിൽസ് ഒന്നും ഇവർക്ക് കിട്ടുകയില്ല, കാൾ ഡീറ്റെയിൽസ്, അതുകൊണ്ടാണ് വൈറ്റ് ട്രാൻസ്പോണ്ടർ സ്നെയിൽ. അപ്പോൾ അതിനെയും അങ്ങനെയാണെന്നും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പൈതഗോറസ് പറയുന്നു. അപ്പോൾ വെഗാപങ്ക് പറയുന്നുണ്ട്, വെഗാപങ്ക് പറയുന്നുണ്ട്, നമുക്ക് അവൾ വിളിച്ച കാൾ ഡേറ്റ എല്ലാം നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോണ്ടർ സ്നെയിൽ ഉപയോഗിച്ച് നമുക്ക് അവൾ എന്താണ് സംസാരിച്ചതെന്ന് അറിയാൻ പറ്റും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരതിങ്ങനെ കേൾക്കുകയാണ്, 5 എൽഡേഴ്സിനെ വിളിച്ചിട്ട് അവൾ പറഞ്ഞത് വെഗാപങ്ക് വോയിഡ് സെഞ്ചുറിയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ കാര്യം. അപ്പം വെഗാപങ്ക് ഇങ്ങനെ തലയെ കഴിച്ചിട്ട് പറയുകയാണ്, അയ്യോ അവൾ മെരി ജോയ്സിലേക്കാണോ അവൾ വിളിച്ചത്, അപ്പൊ ചുമ്മാ അതല്ല, സൈഫർ പോളിലുള്ളവന്മാരെല്ലാം ഇവിടെ തന്നെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നതെന്ന് ഇങ്ങനെ വെഗാപങ്ക് ചിന്തിക്കുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്ന ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ നടക്കുന്നതിന് 6 ദിവസം മുമ്പുള്ള കാര്യമാണ്. അപ്പോഴാണ് ഈ ലുലൂസിയ കിങ്ഡം ഫുള്ള് ഡിസപ്പിയർ ആയ കാര്യം വെഗാപങ്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ വെഗാപങ്കിന് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നു, ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ല, പക്ഷെ എന്നാലും ഇപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലായി വരുന്നു എന്നിങ്ങനെ വെഗാപങ്ക് പറയുന്നു. അപ്പോൾ പൈതഗോറസിനോട് പറയാണ്, സീ ലെവൽസിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അതേപോലെ തന്നെ വയർലെസ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻസ് കാര്യങ്ങൾ നടക്കുന്ന അതെല്ലാം ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈതഗോറസിനോട് പറയുന്നു. അപ്പോൾ ഷാക്ക വന്നിട്ട് വെഗാപങ്കിനോട് ചോദിക്കുകയാണ്, ഇത് മദർ ഫ്ലെയിമിന്റെ മോഷണവുമായിട്ട് ഈ ലുലൂസിയ കിങ്ഡത്തിന്റെ ഡിസപ്പിയറൻസിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വെഗാപങ്ക് ഷാക്കയോട് പറയുന്നു, അത് ഉറപ്പല്ലേ, അതെനിക്ക് സംശയമല്ല, എനിക്ക് ഉറപ്പാണ്, അതായത് ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ മദർ ഫ്ലെയിമിന്റെ ഒരു ഭാഗം ഈ സീ ബീസ്റ്റ് വെപ്പൺസ് വഴി പോയി ഗവൺമെന്റിന് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ വെഗാപങ്ക് പുള്ളിയുടെ അടുത്ത ഒരു ഫൈൻഡിങ് പറയാണ്, അതായത് വേൾഡ് ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു ഏൻഷ്യന്റ് വെപ്പൺ ഉണ്ട്. അപ്പോൾ അവർ ഈ മദർ ഫ്ലെയിമിനെ ഒരു ഫ്യൂവലായിട്ട് എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അത് പ്രവർത്തിപ്പിച്ച് അങ്ങനെയാണ് അവർ ലുലൂസിയ കിങ്ഡം ഡിസപ്പിയർ ആക്കിയത് എന്ന് വെഗാപങ്ക് ഇങ്ങനെ പറയാണ്. പുള്ളി ആകെ ഫുള്ള് തലയ്ക്ക് കൈ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യുമെന്നറിയാതെ. പിന്നെ വെഗാപങ്ക് പറയാണ്, ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തെറ്റാണ്, യോർക്കിനെ സൃഷ്ടിച്ചത് ഗ്രീഡ് എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ വെച്ചിട്ടാണല്ലോ, ആർത്തി, മനുഷ്യൻ്റെ ആർത്തി എന്നുള്ള ഒരു ഇമോഷൻ വെച്ചിട്ടാണ് യോർക്കിനെ സൃഷ്ടിച്ചത്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. അവൾക്ക് ആ ഒരു അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, സെലസ്റ്റിയൽ ഡ്രാഗൺസിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞ ആർത്തി കൊണ്ടല്ലേ അവൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. സോ അതാണ് പറയുന്നത്, ആ ഒരു ഇമോഷൻ ഞാൻ യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് വെഗാപങ്ക് ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ അവർ വെഗാപങ്കിനോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ യോർക്കിനെ തടവിലാക്കുകയോ യോർക്കിനെ പിടിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വെഗാപങ്ക് പറയാം, എന്ത് കാര്യം, ഒരു കാര്യവും ഇല്ല, ഇപ്പം നമ്മൾ ഒരുപാട് വൈകിപ്പോയി, കാര്യം യോർക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കിപ്പോഴും ക്ലിയർ ആയിട്ടില്ല, പക്ഷേ എന്തായാലും വോയിഡ് സെഞ്ചുറിയെ പറ്റി അറിയാവുന്ന ബാക്കി വെഗാപങ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നേവിയിൽ ഇപ്പം തന്നെ ഉടനെ തന്നെ ആൾ വരും എന്ന് വെഗാപങ്ക് പറയുന്നു. പക്ഷേ ഇവള് യോർക്ക് സേഫാണ്, കാര്യം മദർ ഫ്ലെയിം അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് അവളുടെ ആ ഒരു ലോയൽറ്റി അവൾ കാണിച്ചല്ലോ, സോ അവൾ സേഫാണ്. ബാക്കിയുള്ള നമ്മളുടെയൊക്കെ ചീട്ട് ഏകദേശം കീറിയ പോലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യേണ്ടത് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മദർ ഫ്ലെയിം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇനി അങ്ങോട്ടുള്ള ദുരന്തം കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്നിങ്ങനെ വെഗാപങ്ക് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഷാക്ക പറയുന്നു, നമുക്കിപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നിങ്ങനെ വെഗാപങ്കിനോട് പറയുന്നു. അപ്പോൾ വെഗാപങ്ക് പറയുകയാണ്, ഈ ഐലൻഡിലുള്ള ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്, വർക്കേഴ്സിന് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടൊരു ബോട്ട് തയ്യാറാക്ക്, അവരെ രക്ഷപ്പെടുത്തുക എന്നിങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂല, കാര്യം നേവി ഇപ്പം തന്നെ എല്ലാ ബ്രാഞ്ചിലുള്ള ആൾക്കാർക്കും സീക്രട്ട് ആയിട്ട് ഓർഡറുകൾ എന്തായാലും കൊടുത്തിട്ടുണ്ടായിരിക്കും, അവരിപ്പം നമ്മളെങ്ങോട്ട് പോയാലും നമ്മളെ ചേസ് ചെയ്ത് പിടിക്കും, നമ്മുടെ മരണം കുറിച്ചു വെച്ചിരിക്കുകയാണെന്ന് വെഗാപങ്ക് ഇങ്ങനെ പറയുന്നു.
പിന്നെ ആകെയുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 വർഷങ്ങൾക്ക് മുമ്പ് ഒഹാരയിൽ ഇല്ലാതെ ഇരുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ മോസ്റ്റ് മോഡേൺ എക്വിപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ശബ്ദം നമ്മൾക്ക് പുറം ലോകത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതാണ് ആകെയുള്ള ഒരു ഗുണം എന്നിങ്ങനെ വെഗാപങ്ക് പറയുന്നു. അപ്പോൾ വെഗാപങ്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവരുടെ ശരിക്കുള്ള ഉദ്ദേശം, ഒരു ഭയങ്കര ഡാർക്ക് ഓർഗനൈസേഷൻ ആണല്ലോ എന്നിങ്ങനെ വെഗാപങ്ക് ചിന്തിക്കുകയാണ്. അതിനുശേഷം വെഗാപങ്ക് പറയാണ്, എൻ്റെ മരണം ഒരിക്കലും അങ്ങനെ വെറുതെ പാഴായി പോകാൻ ഞാൻ സമ്മതിക്കില്ല, എന്തായാലും ഞാൻ അതുകൊണ്ടൊരു നല്ല കാര്യം ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഷാക്കയോടും പൈതഗോറസിനോടും പറയാണ്, നിങ്ങളെ കൂടെ ഇതിൽ പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയാം, ചുമ്മാ ഇരിക്കും, നമ്മളെല്ലാവരും ഒന്നല്ലേ, നമ്മൾ വെഗാപങ്കുകളല്ലേ, നമ്മൾ ഒരേപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്, നമ്മുടെ ഉദ്ദേശവും ഒരേപോലെ തന്നെ ആയിരിക്കും എന്നിങ്ങനെ അവരും പറയുന്നുണ്ട്. അവർ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ വെഗാപങ്ക് പറയാണ്, നമ്മൾ ഇവിടുത്തെ വേറൊരു ടെക്നോളജി എന്തായാലും സേഫ് ആക്കണം. അതായത് നമ്മുടെ ക്ലൗഡ് ലോഫ്റ്റ് ടെക്നോളജി നമ്മൾ സേഫായിട്ട് വെച്ചേക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ക്ലൗഡ്സ് ഉണ്ടാക്കുമല്ലോ നമ്മുടെ എഡിസൺ, അത് വെച്ചിട്ടല്ലേ നമ്മുടെ സണ്ണിയെ അവിടുന്ന് ഇങ്ങനെ നീക്കി കൊണ്ടുപോയത് താഴോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ക്ലൗഡ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നോളജി അതെന്തായാലും സേവ് ചെയ്യണം. അത് വരും കാലത്ത് ഭാവിയിൽ മനുഷ്യരാശിയെ മുഴുവൻ അത് രക്ഷിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് ലോകം മുങ്ങുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ക്ലൗഡിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനായിരിക്കും. അതാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ എനിക്ക് സയൻസിൽ വിശ്വാസമുണ്ട് എന്ന് വെഗാപങ്ക് പറഞ്ഞപ്പോൾ നമ്മളെ ഈ ക്ലൗഡ് ലോഫ്റ്റ് ടെക്നോളജിയുടെ ആ ഒരു ഫ്രെയിമാണ് കാണിച്ചിരുന്നത്. സോ അപ്പോൾ അതിന് വലിയൊരു പ്രാധാന്യം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ കാണിക്കുകയാണ്, ആ ജയന്റ് റോബോട്ടിൻ്റെ അടുത്ത് വെഗാപങ്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ജയന്റ് റോബോട്ടിനകത്താണല്ലോ ആ ഒരു ട്രാൻസ്പോണ്ടർ സ്നെയിൽ വെച്ചിരുന്നത്. അപ്പോൾ യോർക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, സ്റ്റെല്ല അവിടെ എന്ത് ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വെഗാപങ്ക് പറയുകയാണ്, വലിയ കാര്യമൊന്നുമില്ല, മദർ ഫ്ലെയിം വെച്ചിട്ട് എനർജി സോഴ്സായിട്ട് ഉപയോഗിച്ചിട്ട് ഈ ജയന്റ് റോബോട്ടിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യോർക്കും പറയാണോ, അത് കൊള്ളാം, മദർ ഫ്ലെയിം ഇപ്പോൾ എന്തായാലും നമ്മളൊരു പെർഫെക്റ്റ് ഫ്യൂലാക്കി ഇപ്പോൾ ഉടനെ മാറ്റുമല്ലോ, അതിപ്പോൾ ഉടനെ നമ്മൾ അച്ചീവ് ചെയ്യുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം വെഗാപങ്ക് ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, അയ്യോ അതൊരിക്കലും പെർഫെക്റ്റ് ആയി കിട്ടല്ലേ, മദർ ഫ്ലെയിം ഒരിക്കലും അതിൻ്റെ ഫുള്ള് പവറിൽ എത്തല്ലേ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം ഇതുങ്ങൾക്കുള്ള ലോകമെല്ലാം മുക്കിക്കളയാൻ. പിന്നെ കാണിക്കുന്ന ഇപ്പോഴത്തെ ആ സംഭവങ്ങൾ നടക്കുന്നതിന് 2 ദിവസം മുമ്പുള്ള കാര്യം. അതായത് അപ്പോഴാണ് അവർ 3 പേരൂടെ നിന്നിട്ട് ആ ഒരു ട്രാൻസ്പോണ്ടർ സ്നെയിലിൽ ഈ ബ്രോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കാണിക്കുകയാണ് വെഗാപങ്ക് പറയുന്നത്, വെഗാപങ്ക് സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ കേട്ട ആ ബ്രോഡ്കാസ്റ്റ് ഫുള്ള് 2 ദിവസം മുമ്പാണ് ഇവർ നിന്നിങ്ങനെ ഷൂട്ട് ചെയ്തത്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ജയന്റ് റോബോട്ടിൻ്റെ അകത്ത് ഒളിപ്പിച്ചും വെച്ചു. അതായത് അവരപ്പോൾ പറയുന്നത് ലോകത്തുള്ളവരെല്ലാം സത്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അവർ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഈ ജയന്റ് റോബോട്ടിൻ്റെ അകത്താണ് ട്രാൻസ്പോണ്ടർ സ്നെയിലുള്ളതെന്നുള്ള ഒരുത്തനും ഊഹിക്കാൻ പോകുന്നില്ല. പിന്നെ സ്റ്റെല്ല പറയുകയാണ്, എൻ്റെ മരണമാണ് ഞാൻ ഇതിൻ്റെ ട്രിഗറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ നേരെ ഈ മെസ്സേജ് എല്ലായിടത്തും ബ്രോഡ്കാസ്റ്റ് ആവും, ലോകത്തുള്ളവരെല്ലാം സത്യങ്ങൾ അറിയും എന്നിങ്ങനെ പറയുന്നു. പിന്നെ അവരുടെ ലാബിലെ ഒരു എക്യുപ്മെൻറ്റിൽ ഇങ്ങനെ കയറി കിടന്നിട്ട് അവരുടെ ഫുള്ള് മെമ്മറി, 2 ആഴ്ചത്തെ മെമ്മറി അവരുടെ തലേന്ന് ഇറേസ് ചെയ്ത് കളയാൻ പോവാണ്. കാര്യം ഇവരുടെ ആ മെമ്മറീസ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് പെരുമാറിക്കഴിഞ്ഞ് യോർക്കിന് എന്തെങ്കിലുമൊക്കെ സംശയം അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പ്ലാനും ഇതായിപ്പോവും, തെറ്റിപ്പോവും. അപ്പോൾ ഇവർക്കൊരു നല്ലപോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ മെമ്മറീസ് എല്ലാം ഇറേസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് സേഫായിട്ടുള്ള രീതി എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിന് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടെന്ന് അവർ പറയുന്നത്. അതായത് ഈ മാറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ മറക്കും. അതായത് യോർക്കാണ് ഈ കുറ്റം ചെയ്തതെന്നുള്ള കാര്യം മറക്കും, യോർക്ക് ഒരു ട്രൈറ്ററാണെന്നുള്ള കാര്യമൊക്കെ അവർ മറക്കും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവർ പറയുകയാണ്, നമ്മൾ ഈ കടന്നുപോയ കാര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ പിന്നെയും കടന്നു പോകേണ്ടി വരും. അതായത് പിന്നെയും യോർക്കാണെന്ന് ഇത് അറിയുമ്പോൾ ഒന്നുകൂടെ ഞെട്ടലുണ്ടാവും, ഇതെല്ലാം വീണ്ടും ഞെട്ടേണ്ടി വരും. പക്ഷെ വെഗാപങ്ക് പറയണം, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കാര്യം നമ്മൾ എല്ലാത്തിനുമുള്ള കൗണ്ടർ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്, എല്ലാത്തിനും ഒരു പ്രതിവിധി നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല, അവസാനത്തെ വിജയം നമ്മുടേത് തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ പിന്നെ മെമ്മറി എല്ലാം ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. അവർ ചിന്തിക്കുകയാണ്, മെമ്മറി റിസർച്ച് ലാബല്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എങ്ങനെ വന്നു എന്നൊക്കെ എങ്ങനെ അവർ ചിന്തിക്കുകയാണ്. പക്ഷേ വെഗാപങ്ക് ഉദ്ദേശിച്ച കൗണ്ടർ മെഷർ എന്ന് പറഞ്ഞതിൽ ഒന്നാണിത്. ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വെഗാപങ്ക് അവിടെ പുള്ളിയുടെ കൈപ്പടയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെഗാപങ്ക് ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കുകയാണേ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് വായിച്ചു നോക്കുന്നു. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 3 പേർക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. 2 ആഴ്ചത്തെ നിങ്ങളുടെ മെമ്മറീസ് പൂർണ്ണമായിട്ട് ഇറേസ് ചെയ്തിട്ടുണ്ട്.
സർപ്രൈസ് പോലെ കുറേ കാര്യങ്ങൾ ഇനി മുന്നോട്ട് നടക്കും. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എഴുതാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് മാത്രം എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. വേൾഡ് ഗവൺമെൻറ് നിങ്ങളുടെ വേൾഡ് സെഞ്ചുറിയെ പറ്റിയുള്ള റിസർച്ചിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ്, എന്നെ വിശ്വസിക്കുക, എന്നിട്ട് അങ്ങ് മരിക്കുക എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മരിച്ചു കഴിഞ്ഞാലാണല്ലോ മറ്റേത് ട്രിഗറായി മെസ്സേജ് പുറത്തു പോകും. അപ്പോൾ ഇവരിതെല്ലാം ഞെട്ടലോടെ വായിക്കുകയാണ്. അതേപോലെ തന്നെ വേഗാപ്പം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്നോട് തന്നെ ചാവാൻ പറയുന്നു, ഞാൻ എന്തിനാ ഇതൊക്കെ എഴുതി വെച്ചതെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം വേഗാപ്പങ്കിന് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ പ്രസന്റിൽ നടന്നിരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണിക്കുകയാണ്. അതായത് നമ്മുടെ ലൂഫിയും ക്രൂവും അതേപോലെ തന്നെ ബോണിയും വന്നു, അതേപോലെ തന്നെ സൈഫർ പോൾ വരുന്നു, പിന്നെ നേവി ഫുള്ളായിട്ട് വരുന്നുണ്ട്, പിന്നെ കിസാരും പിന്നെ സാറ്റേണും വരുന്നുണ്ട്. പിന്നെ നമ്മളെ മുമ്പ് കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഒരു വേഗാ ടാങ്കിനകത്ത് നമ്മുടെ അറ്റ്ലസും ഫ്രാങ്കിയും സാഞ്ചിയും വേഗാപ്പങ്കും കൂടെ ബോണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് വന്നല്ലോ. എക്ഹെഡിൽ ആ ലാബിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം വേഗാപ്പങ്ക് അവിടെ വെച്ച് ഇങ്ങനെ സാഞ്ചിയോട് പറയാണ്, ഞാൻ ഇവിടെ താഴെ തന്നെ നിൽക്കാം, എന്നെ മരിക്കാൻ വിട്ടു, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സാഞ്ചി പറയാണ്, തനിക്ക് എന്താണ് ചാവാൻ ഇത്ര കൊതിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേഗാപ്പങ്ക് സാഞ്ചിയോട് പറയാണ്, ചാവാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ മരണം വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് തുടക്കം കുറിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതാണ് സാഞ്ചി മുമ്പേ പറഞ്ഞത്. സാഞ്ചിക്ക് കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. എന്താണ് സാഞ്ചിയോട് പറയാണ്, എന്നെ രക്ഷിക്കുകയൊന്നും വേണ്ട, എനിക്ക് ചാവണം എന്നിങ്ങനെ വേഗാപ്പങ്ക് പറയാണ്. അപ്പോൾ സാഞ്ചി പറയാണ്, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ചാവാൻ വിടാനൊന്നും പറ്റില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നിങ്ങനെ കാര്യം പറയുന്നുണ്ട്. അപ്പം ഇയാളൊന്നും ശ്രദ്ധിക്കുന്നില്ല. വേഗാപ്പങ്ക് അത് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. വേഗാപ്പങ്ക് പിന്നെയും പറയുന്നുണ്ട്, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, അത് വൺ പീസിനെ പറ്റിയാണെന്ന് പറയുന്നുണ്ട്. വൺ പീസിനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പം വേഗാപ്പങ്ക് പറയുകയാണ്, നിങ്ങൾ സ്ട്രോ ഹാറ്റ് ക്രൂ വൺ പീസ് കണ്ടെത്തണം, നിങ്ങൾ തന്നെ അത് കണ്ടെത്തണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് വേഗാപ്പങ്ക് പറയുന്നു. പിന്നെ നമ്മൾ ആ ഒരു എൽബാഫിൻ്റെ ആ ഒരു ഷിപ്പാണ് കാണിക്കുന്നത്. അവിടെ ഫുൾ ആഘോഷമാണ്, പാർട്ടിയാണ്, പാർട്ടി ടൈം, ഫ്രണ്ട്സുമായിട്ടുള്ള റീയൂണിയൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മുടെ ഡോറിയും ബ്രോഗിയും ഊസോപ്പിനെ ലൂഫിയെ ഇങ്ങനെ രണ്ടുപേരും ഓരോരുത്തരുടെയും കയ്യിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലൂഫി ഇപ്പോഴും ആ ഒരു വയ്യാതെ കിടക്കുന്ന ആ ഒരു ഫോമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ലൂഫി പറയുകയാണ്, പാർട്ടിയൊക്കെ ഞാനൊന്ന് നേരെയായി ഓണായി വരട്ടെ, എന്നിട്ട് പാർട്ടി നടത്താമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഉസോപ്പ് ആണെങ്കിൽ ആകെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, എൻ്റെ സ്വപ്ന രാജ്യത്തിലേക്കാണ് പോകുന്നത്, എൽബാഫിലോട്ട് പോവുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞ് ഉസോപ്പ് ആകെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ചോപ്പർ അവിടെ ആ ബ്രോഗിയുടെ താടിയുടെ അവിടെ ചോപ്പർ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാവരും ആകെ എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എക്ഹെഡ് ആർക്ക് എൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് എൽബാഫാണ്. ഊസോപ്പിൻ്റെ മെയിൻ ആർക്കാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്ഹെഡിൽ കുറേയധികം റിവലേഷൻസ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കുറേയധികം കാര്യങ്ങൾ വന്നു. അതായത് ആ റിവറിയിൽ നടന്ന ടൈമിലെ കുറേ കാര്യങ്ങൾ റിവീലായി. പിന്നെ അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൂമയുടെ ബാക്ക് സ്റ്റോറി, അത്രയും വലിയൊരു കാര്യം, അത് റിവീലായി. പിന്നെ വെഗാപങ്കിൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റിങ്, അത് വലിയൊരു കാര്യം. കുറേ ജോയ് ബോയുടെ കുറേ ഇൻഫർമേഷൻസ്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടൊരു പിക്ചർ കിട്ടിയിട്ടില്ലെങ്കിലും അതിനെ പറ്റിയിട്ട് കുറേ റിവീലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്ഹെഡ് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ളൊരു ആർക്ക് തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ബിഗിനിങ് ആണ്, എൻഡിലേക്കുള്ളൊരു ബിഗിനിങ് ആണ് എക്ഹെഡ് എന്ന് പറഞ്ഞേക്കുന്നത്. അതാണ്. അപ്പോൾ ഇനി എൽബാഫിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്തായാലും അടുത്ത ആഴ്ച ബ്രേക്ക് ഇല്ല. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ അടുത്ത ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അത് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, അടുത്ത ആഴ്ച കാണാം.